ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ശിവുവിൻ്റെ സ്കൂളിൽ ഒരു സ്ക്രാപ്പ് ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ ആമസോൺ ഹോളിൽ പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്മേറ്റിൻ്റെ ഒരു സ്ക്രാപ്പ് ബുക്കാണ് വാങ്ങുന്നത്. എല്ലാം പല പല കളർ പേജായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ബുക്ക് വാങ്ങിച്ചിട്ട് ഇവർ സ്കൂളിൽ പഠിച്ച് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയും. സ്കൂളിൽ ഇന്നത് പഠിപ്പിച്ചു എന്ന് പറയുമ്പം അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചാർട്ട് ഒട്ടിക്കുകയോ അല്ലെങ്കിൽ പടം വരയ്ക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നതാണ് ഈ സ്ക്രാപ്പ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ പാരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബുക്കായിട്ടാണ് ശരിക്കും അത് ഉള്ളത്. അതായത് കുട്ടികൾ വന്ന് പറയുന്നത് നമ്മൾ അത് എങ്ങനെയെങ്കിലും ടീച്ചറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലൊരു കൺസെപ്റ്റാണിത്. അപ്പോൾ ശിവു എല്ലാ ദിവസമൊന്നും വന്ന് പറയില്ല, ഇടയ്ക്കൊക്കെ മടിയാണ്. ചില ദിവസം നല്ല മൂഡിലാണെങ്കിൽ വന്നിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ A4 ആപ്പിൾ, A4 ഇപ്പം ആൻഡ് അങ്ങനെയൊക്കെ ഇവരുടെ ബുക്കിലുണ്ട്. അതല്ലാതെയും ചില കാര്യങ്ങളൊക്കെ ഇവൻ വന്ന് പറയും. ഇപ്പം A4 എന്തെങ്കിലും ഇപ്പോൾ ആസ്ട്രോനോട്ട് എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ നമുക്കത് വരച്ചു കൊടുക്കാം. അതൊരു പുതിയൊരു വേർഡ് ഇവൻ പഠിച്ചതല്ലേ, അപ്പോൾ നമുക്കത് വരച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബുക്കാണിത്. അപ്പോൾ രാമായണ മാസം തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും രാമായണത്തിൻ്റെ കഥ ഇത് വന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ പേപ്പർ കട്ടിങ് ചെയ്തിട്ട് അത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ ടീച്ചേഴ്സിന് മനസ്സിലാകുമല്ലോ, ഇവർ ഞാൻ മിസ്സ് പറഞ്ഞു കൊടുത്ത രാമായണത്തിൻ്റെ കഥ വന്നിട്ട് വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് പാരൻ്റ് ഈ സാധനം ഒട്ടിച്ചു കൊടുത്തതെന്ന് മിസ്സുമാർക്കും മനസ്സിലാകും. അപ്പം നല്ലൊരു കാര്യമാണിത്. ടീച്ചറിൻ്റെ അടുത്ത് നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിലും ഒരു ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനായിട്ട് ഇതിപ്പം വേറൊരു മീഡിയം പോലെ ഇതിപ്പം വർക്കാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ തെറ്റിയൊക്കെ പോകാറുണ്ട്. അപ്പം ഞാനത് കൂടുതൽ കാര്യമായിട്ട് എടുക്കാറില്ല. വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ടിങ്ങനെ സ്കെച്ചും ഇതുമെല്ലാം കൊണ്ടിരുന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ. എനിക്ക് ഫ്രീ ഹാൻഡ് വരയ്ക്കുന്ന പോലെ അങ്ങനെ വരച്ച് കൊടുക്കാറാണ് പതിവ്. പ്രീ KGയിലും ഇതുപോലെ ഒരു ബുക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ ചാർട്ട് മേടിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുമായിരുന്നു. അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ അടുത്ത് ഇവർ സംസാരിച്ച് കാര്യങ്ങൾ പറയുന്നത് നല്ല ലേറ്റായിട്ടായിരിക്കും. കടകളൊക്കെ അടച്ച് കഴിഞ്ഞിട്ടായിരിക്കും ഇവൻ വന്നിട്ട് എൻ്റെ അടുത്ത് ഇതാണ് പഠിപ്പിച്ചതെന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു പിക്ചറും ഉണ്ടാവാറില്ല. അങ്ങനെ ഇല്ലാത്ത സമയങ്ങളിൽ എന്ത് ചെയ്യാനാണ്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം എനിക്ക് അത്യാവശ്യമായി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇഷ്ടമാണ് പടം വരയ്ക്കുന്നത്. അതുകൊണ്ട് ഞാനത് എടുത്തിട്ട് ബുക്കിൽ ഇങ്ങനെ വരച്ചു കൊടുത്തപ്പോഴേക്കും മിസ്സ് എനിക്ക് സ്റ്റാറൊക്കെ ഇട്ട് തന്നു. അപ്പം എനിക്കും ഒരു സ്കൂൾ ലെവലിലേക്ക് പോയ പോലത്തെ ഒരു ഫീലാണ്. കാരണം നമ്മളൊരു സാധനം വരച്ചു കൊടുത്തു, അപ്പോൾ ടീച്ചർക്ക് അത് ഇഷ്ടപ്പെട്ട് ടീച്ചർ സ്റ്റാർ ഇട്ട് തന്നു. അങ്ങനെയൊക്കെ അത് നല്ലൊരു കാര്യമല്ലേ. നമുക്കും എന്താ പറയുക, ഒരു പ്രൗഡ് ഫീലിംഗ് പോലെ തോന്നും അങ്ങനെ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പടം വരച്ച് തുടങ്ങിയത്. പിന്നെ ചില സാധനങ്ങളൊക്കെ നമുക്ക് അങ്ങനെ തീരെ വരയ്ക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടാവും. ചിലപ്പോൾ നമുക്ക് അത്രയും മൂഡുണ്ടാവില്ല, ചിലപ്പോൾ അത് വരച്ച് ഫലിപ്പിക്കാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളതിന് ഞാൻ മാക്സിമം ചാർട്ടാണ് ചെയ്ത് കൊടുക്കാറ്. അല്ലാത്തതൊക്കെ നമുക്ക് പറ്റും എന്ന് തോന്നിയിട്ടുള്ളതൊക്കെ ഞാൻ പടം വരച്ച് കൊടുക്കും. എനിക്കിഷ്ടമാണ് അങ്ങനെ വരയ്ക്കാൻ, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ ബുക്ക് ഏകദേശം തീരാറായി. പിന്നെ ഞാൻ മാക്സിമം കാർട്ടൂൺ പോലെയാണ് വരയ്ക്കാറ്. കാരണം ഇവൻ മറിച്ച് നോക്കുമ്പോഴും അവന് വീണ്ടും അത് നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മാക്സിമം അത് കാർട്ടൂൺ രീതിയിലാണ് ചെയ്ത് കൊടുക്കാറ്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ വരയ്ക്കാറ്. അത്രയൊക്കെ ഉള്ളൂ ഇതിനെക്കുറിച്ച്. അപ്പോൾ ഇത്രയും വീഡിയോസ് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പുതിയതായിട്ട് സ്കൂളിലേക്ക് ചേർക്കാൻ പോകുന്ന പാരൻസിന് ഹെൽപ്ഫുൾ ആകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു. ബൈ.